അപ്പോൾ ദേ സ്റ്റീവിനെ കൊണ്ടാക്കാൻ പോവാണ്. ആരത്? മോഹൻലാലോ? കവിളിണയിൽ കുങ്കുമോ കണ്ണകനങ്ങള് നീനയിൽ ദീർഘതയുമായി വാവാ എൻ്റെ രാധ നിക്കണോക്കേ. അപ്പോൾ ഞങ്ങൾ സ്റ്റീവിനെ കൊണ്ടാക്കട്ടെ. ആക്ച്വലി മിടു കൊച്ചിനെ കൊണ്ടാക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാനും വിചാരിച്ചു ഞാനും കൂടിയും കൂടെ പോകാമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. ഞാൻ ക്ലാസ് തിരിച്ചിട്ടില്ല കേട്ടോ. മോഹൻലാൽ എങ്ങനെ കയറാൻ പോണ്? മോഹൻലാൽ ഓടി കിടക്കാം. നീ വന്നുണ്ടാ? ഒരു മിനിറ്റ്, ഒരു മെസ്സേജ് ഓട്ടെ. ഓ ഫ്രണ്ടില് ബാഗ് എടുത്തില്ലല്ലോ. ബാക്കിലല്ല, ഫ്രണ്ടില് കേറ്. അന്ന് കേറ് വേഗം കേറിടാ. ഓ ഞാൻ കേട്ടി തരാം. ബാ അമ്മ പിടിക്കാം, അമ്മ എടുക്കാം. താങ്ക് യു. എന്നാ ഞാൻ വെക്കി, ലേറ്റായി. നമ്മൾ ഇന്ന് ലേറ്റായി. അയ്യോ ഓക്കെ. അപ്പയുടെ ഫ്രണ്ടിൽ നിന്നോ? അല്ലെ ഞാൻ ഫ്രണ്ടിൽ നിൽക്കാം. ഞാൻ ഫ്രണ്ടിൽ നിൽക്കട്ടെ. ഞാൻ ഫ്രണ്ടില്. ഓ ഇതിപ്പോ ആരും പോക്കുണ്ടാവില്ല കേട്ടോ. വന്നേൻ നമുക്ക് പോവാം. ബൈ അപ്പേ. ഞങ്ങൾ നടന്നു പോവാണ്. ബൈ അപ്പേ. എന്നിട്ടാ പേരൂടെ നിക്ക്, അവനെ കൊച്ചിനൊന്ന് പിടിക്കട്ടെ. ഓക്കെ ബൈ പറ. അവിടെ ചെല്ലുമ്പോഴല്ലേ പറയണ്ടേ? ചെല്ലുമ്പോഴൊക്കെ കാണിക്കും വെറുതെ ചുമ്മാ. അത് കേട്ട് ബൈ പറയും. അപ്പം അങ്ങനെ നമ്മൾ ഗ്രേസിൻ്റെ സ്റ്റീവിൻ്റെ സ്കൂളിൽ എത്തിയിരിക്കുന്നു. ഒരു ബൈതാടാ. അത് ഹാപ്പിയാണ് ഇപ്പോൾ പോകാനായിട്ട്. ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ ചോദിക്കും എന്താ ക്ലാസ് ഇല്ലാത്ത, എനിക്ക് പോകണം എന്നൊക്കെ പറയും. ഇതാണ് നമ്മുടെ സ്റ്റീവിൻ്റെ സ്കൂൾ കേട്ടോ, ഗ്രേസ് ഗാർഡൻ. ഗ്രേസ് ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീവ് ഇവിടെ തന്നെ. ഹാപ്പി അല്ലേ? എടുത്തോ. ഇന്നലെയൊക്കെ പോവാണ്ടിരുന്ന എൻ്റെ ആ ഒരു ഞായറാഴ്ച ആയിരുന്നില്ലേ? ഇന്നലെ തിങ്കളാഴ്ച ആയിരുന്നില്ലേ? പിന്നെന്താണാവോ? പായോ നീ എങ്ങനെയൊന്ന് വന്നാൽ മതി. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റും. വീഡിയോ വണ്ടി ഓടിക്കുന്നതിനുണ്ട്. തമ്പുരാനെ പിന്നൊരു വണ്ടിയുണ്ട്. ഞാൻ കാല് വെക്കുന്ന സാധനം ഇതായിരുന്നു. അവിടെ സാധനം ഉണ്ടായിരുന്നില്ല. ആ പോയിക്കോ. പിടിച്ചോട്ടാ. നീ ഇങ്ങനെ ഞാൻ വെയിറ്റ് ഒക്കെ കുറഞ്ഞു. ഇതിന് വെയിറ്റ് ഉണ്ടായിരുന്നപ്പോ ഓടിച്ചായിരുന്നു. അതെ, ഇപ്പൊ ഞാൻ വെയിറ്റ് കുറഞ്ഞില്ലേ? പിന്നെന്താ കുഴപ്പം? കൈ അവിടെ നിന്ന് മാറ്റായിരുന്നു. പോണ വഴിക്ക് മീൻകട കാണണമെങ്കിൽ ഒന്ന് നിർത്തിക്കോളട്ടോ. ചാള മേടിക്കണം. ചാള, കുഞ്ഞിച്ചാള ഉണ്ടെങ്കിലാ നല്ലത്. നോക്കാം, കിട്ടണ ചാള മേടിക്കാം. കുഞ്ഞിത് വലുത് ഏതായാലും കുഴപ്പമില്ല. വലിയ ചാള ഭയങ്കര വേണ്ട. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനം കിട്ടണ്ടേ? അവിടെ ഉള്ളത് മേടിക്കാന്ന്.
പൊരിച്ച് തന്നേക്കാം കേട്ടോ. ചാള ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ 1 കിലോ ചാള മേടിച്ചു. മദീന ഫിഷ് മാർക്കറ്റ്. അപ്പൊ ഞങ്ങളുടെ വർണ്ണശബളമായ ഞങ്ങളുടെ ചാലക്കുടി പുഴ പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ. ശമ്പാളൂർ പള്ളി അങ്ങനെ 15 ഉണ്ട്. ഇത്ര ദിവസം നല്ല ബഹളവും ഒച്ചയും ഒക്കെ ആയിരുന്നു. തകർപ്പം പെരുന്നാളായിരുന്നു. നമ്മള് ലോട്ടറി എടുത്തിട്ട് കുറെ നാളായില്ലേ. ഇന്നലെ ഞാൻ അളിയനെ വിളിച്ച് പളയും പറഞ്ഞോളൂ എന്താ ലോട്ടറി എടുക്കാത്തേന്ന്. ലോട്ടറി എടുക്കായിരുന്നു. അപ്പൊ അങ്ങനെ സ്റ്റീവിനെ കൊണ്ടാക്കി വീട്ടിലെത്തിയിട്ടാ. ഞാൻ നക്ഷത്രം ഇട്ടതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു എന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ മുകളിലൊരു നക്ഷത്രം ഇട്ടിട്ടുണ്ട്, അടിയിലൊരു നക്ഷത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്ന് ഞാൻ കാണിച്ചെന്ന LED സ്ട്രിപ്പ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നക്ഷത്രം തന്നെയാണ്. മുകളിലുള്ളത് പുതിയതാണ്, ഊളി കിടക്കണേ. നീ കണ്ടിട്ടില്ലേ? ഇതിങ്ങനെ വെച്ചിട്ട് പോയാലേ ചില ആൾക്കാർ തന്നെ എടുത്തിട്ട് കൂട്ടോ. അത് സൂപ്പർ ചാള കിട്ടിയാണ്. എനിക്കൊന്നും എടുക്കാനില്ലേ മേഡു. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നീയായിരുന്നു. നിന്നെ ഞാൻ എടുത്തു വണ്ടിന്ന്. അതെ. അപ്പം അങ്ങനെ രാവിലെ സ്റ്റീവിനൊക്കെ കൊണ്ടാക്കി വന്ന് അതിന് ശേഷം പിന്നെ വീഡിയോ എഡിറ്റിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റീവിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് വന്നേക്കാണ്. ഇവിടേക്ക് നമ്മുടെ ഫാം ഹൗസിലേക്ക് വന്നേക്കാണ്. ഇവിടെ നമുക്ക് ഇവർക്കൊക്കെ തീറ്റ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇപ്പോൾ മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാത്രം പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രം എടുക്കാറ്. ഇപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ഭക്ഷണമൊക്കെ മേടിക്കാറില്ലേ, ഊണൊക്കെ മേടിക്കാറില്ല. ഹോട്ടലിൽ അവരും വേസ്റ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും കുറേ ഉണ്ടാവില്ല, കുറേശ്ശേ ഉണ്ടാവുള്ളൂ കണ്ടോ. എന്നാലും അവർക്കൊരു സന്തോഷം. ഇന്ന് പപ്പടമൊക്കെ ഉണ്ട്, ലാവിഷായിട്ടുള്ള സദ്യയാണെന്ന്. അപ്പോൾ ചില ദിവസം കൂടുതലുണ്ടാവും കേട്ടോ, ചില ദിവസം ഇച്ചിരി ഉണ്ടാവുള്ളൂ. എന്നാലും ഉള്ളതായി നമ്മളൊരു തീറ്റ ചിലവിൽ ഒരു ഇത്തിരി കുറഞ്ഞ് കിട്ടിയല്ലോ. പിന്നെ തീറ്റ വന്ന് കിടക്കുന്നുണ്ട്. ഇന്ന് ജിമ്മത്തി വരാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് കൊണ്ടുപോകേണ്ടി വരും ഒരു ചാക്ക്. കോഴിക്കോട്ടേക്ക് പോവാം. നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞ ദിവസം ഞാനും വീടും കൂടി വന്ന് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാ. അടിപൊളിയായില്ലേ, സെറ്റപ്പാക്കി വിടാം. നമ്മുടെ ഒരു കോഴിപ്പട പുറത്തുണ്ട് കേട്ടോ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഒരു വെള്ളപ്പട. ഇവിടെ എവിടെയോ പുറത്തുണ്ട്. ഞങ്ങളകത്തേക്ക് ചാടി കയറിയോന്ന് അറിയില്ല. ഇതിനുള്ളിലേക്കാണ് മുകളിലൊക്കെ ഗ്യാപ്പ് ഉണ്ട് വലയ്ക്ക്. എൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പുറത്തേക്ക് ചാടി പോവാ. കുറച്ച് ദിവസമായിട്ട് നല്ല എല്ലാ ദിവസവും വെയിലായിരുന്നു. ഇന്നിപ്പോൾ അതേ വീണ്ടും മഴയ്ക്കുള്ള കാര് ആകാശത്ത് കാണുന്നു. മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, അറിയില്ല പെയ്യോന്ന്. ഔത്തൂർ നീ വാ ബാടി വാ, തീറ്റ തരാം. മോളോട് നിൽക്കും. ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റില്ലേ ഇപ്പം മുട്ടത്തോട് വരുന്നുണ്ട്. അതാണ് എനിക്കൊരു ഇത്. മുട്ടത്തോട് ഇവരുടെ വയറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവർ പതുക്കെ മുട്ട കൊത്തി തുടിക്കാനുള്ള ഒരാഗ്രഹം തോന്നും ഇവർക്ക്. ഇവിടെയൊക്കെ മുട്ടയിട്ട് വെച്ചാണോ. അയ്യോ,
മാറി ഇപ്പം തരാം. ഇവരെ ഇടയ്ക്ക് ലൊക്കേഷൻ മാറ്റുന്നുണ്ട് മുട്ടയിടണേ. എന്താണാവോ ഇന്നൊരു മുട്ട കുറവാണ്. ഇരിക്കട്ടെ. നീ മുട്ട ഇട്ടുണ്ടോടി? കിട്ടി. ഇവളുടെ മുട്ട കിട്ടി. ഇന്നലെ നമ്മുടെ വാത്തകൾ വീണ്ടും മുട്ടയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഒരു മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. മുയലന്മാർ മെയിനായിട്ട് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമുണ്ട് അത്. ഇന്ന് വാത്ത മുട്ട ഇട്ടുണ്ടോ നോട്ടെ. ഇന്ന് മുട്ടയില്ല. ഇന്നലെ ഒരു മുട്ട കിട്ടിയിരുന്നു. എന്തായാലും അവരെണ്ണ കയറാത്ത കാരണം മുട്ട വിരിയില്ല. അപ്പം ഓംപ്ലേറ്റ് അടിച്ച് കഴിക്കും. എന്തിനൊക്കെ ഇരുന്ന് കരയണേ? എന്തിനാ കരയണേ? എന്തിനാ കരയുന്നത്? അപ്പം തരാ പാപ്പം. പാവം ഇവനിപ്പോൾ അയച്ചു വിട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഒരു എനിക്ക് വേണം 2-2 മേലെ ഇവനെ അയച്ചു വിട്ടിട്ട്. ഇപ്പം സിറ്റുവേഷൻ അതാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തുറന്നിടുന്നതാണ്. ഇവനെ ഇതിൻ്റെ ഇടയിലൊക്കെ വിട്ടിരുന്നു. പക്ഷെ അവൻ മൊയിലുകളെ അതിഗംഭീരമായി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവനെ അയച്ചു വിട്ടില്ല. അവനിനി നാളെ ഒന്ന് അയച്ചു വിടണം. കാരണം പാല് ഭയങ്കര വിഷമമായി പോവും അല്ലേ? നാളെ അയച്ചു വിടാം കേട്ടോ. നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് തന്നെ അയച്ചു വിടാം. ഓക്കെ. അതുകൊണ്ട് മൊയിലിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ പിന്നെ ഒന്നും അയച്ചു വിടാം. ഓക്കെ എടുത്തേക്കാം. അല്ലെങ്കിൽ ഇവനെന്നും നമ്മുടെ മുമ്പത്തെ വീഡിയോ ആണവർക്ക് അറിയാം. അല്ലെങ്കിൽ ഇവന് ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ ഓടി നടക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനെ ഒരു ആക്രമണം തുടങ്ങുമ്പോഴാണ് ഇവരെ നമ്മൾ കൂട്ടണത്. അയ്യോ, തീറ്റ അവിടെ ഇട്ട് കൊടുത്തില്ല. പറയടി മാറി. നിങ്ങളെന്തോ കിരി ഇന്ന് പച്ചക്കറി എടുത്തിട്ടില്ല. നാളെ കൊണ്ടുവരാം. ഇന്നലെ കൊടുത്ത വെണ്ടക്കായൊക്കെ പകുതി ഇങ്ങനെ ഇട്ടേക്ക അവിടെ. നീ മുട്ടയിട്ടെന്ന്? നീ ആണല്ലേ. നീ മുട്ടയിട്ടാ ഇട്ടുണ്ടാവും. ഇവളാണ് അടയിരിക്കുന്ന ആള്. പക്ഷെ പാവത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് അടയിരിക്കാൻ താറാവുകളൊന്നും സമ്മതിക്കണില്ല. ആള് മിക്ക ദിവസവും അടയിരിക്കുന്നിടത്ത് കയറി താറാവുകൾ മുട്ടയൊക്കെ നിരത്തിയിടലും ഭയങ്കര രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇവരെ എന്ത് കേട്ടീനും അടയിരുത്താൻ സമ്മതിക്കണുള്ളവരാണ്. അവറ്റങ്ങളിടയ്ക്ക് കയറിയാൽ മുട്ടയുടെ മുകളിൽ കയറിയിരിക്കും. അല്ലെങ്കിൽ ഇത് തട്ടി മാറ്റും. മുട്ടകൾ അങ്ങനെ നിരത്തിയിടും. അപ്പോൾ ഇത് കുറേ നേരത്തേക്ക് ഇരിക്കില്ല. അങ്ങനെയൊക്കെയാണ് മാറി മറിഞ്ഞൊക്കെ നിൽക്കണേ. എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇവർക്കൊക്കെ തീറ്റ കൊടുക്കട്ടെ കേട്ടോ. ജോണിൻ്റെ ഭക്ഷണം കിട്ടി കഴിയുമ്പോൾ ജോൺ ഓക്കെ. ഇനി ബിങ്കോനുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചോറും ചാളയും അല്ലെങ്കിൽ ചോറും കൊഴുവിയും ഇതാണ് ഇവർക്ക് മെയിനായിട്ട് കൊടുക്കുന്നത്. വേറെ ഇപ്പോൾ മറ്റേ കനേങ്ക്രിക്കോ സാധനങ്ങളൊന്നും തന്നെ കൊടുക്കാറില്ല. ഇത് തന്നെ കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ 1-2 മാസം തീറ്റ മാറി നിൽക്കണല്ലോ. എല്ലാ തീറ്റയും മാറി മാറി കിട്ടണമല്ലോ. അപ്പോൾ ഇപ്പോൾ മീനുകളുടെ ഒരു ടൈമാണ് ഈ 1-2 മാസം. അത് കഴിയുമ്പോൾ വീണ്ടും കനേങ്ക്രിക്ക് മേടിച്ച് കൊടുക്കണം.
അപ്പം അങ്ങനെ നമ്മുടെ കോഴികൾക്കുള്ള തീറ്റ മാത്രം കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഉള്ളതായി. കോഴി കുഞ്ഞുങ്ങൾക്കുള്ളതൊക്കെ കൊടുത്തു. പിന്നെ തീറ്റ അവിടെ പോയി എടുത്തിട്ട് വരാം. ജിമ്മത്തി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു. ജിമ്മത്തി എടുത്ത് ഇട്ടാന്ന് പറഞ്ഞാണ്. ജിമ്മത്തിക്ക് ഇന്ന് വരാൻ നേരം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. നേരെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ ദേ തിരിച്ച് വീടെത്തി. അപ്പോഴേക്കും ജിമ്മത്തി പോകാൻ റെഡി ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, പ്രാർത്ഥനയ്ക്കുമ്പോൾ വന്നാൽ മതി. അതൊരു വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അവന്റെ ഡ്രസ്സ് മാറ്റിയിട്ടില്ല. അവന് ഒന്ന് മൂത്രമൊഴിപ്പിച്ചിട്ട് ഡ്രസ്സ് മാറ്റണം. ഉടുപ്പിക്കണ്ടാവും പറഞ്ഞോളൂ മൂത്രമൊഴിക്കാൻ. വലിയ ചെക്കനെ. പിന്നെ അവൻ ചേട്ടന്റെ കസേരമ്മ കയറി നിക്കണുണ്ട് മാതാവിനും മോയ്ക്കാൻ. എന്റെ പൊന്നെ അവിടെ നിക്കണുണ്ട്, കുഴപ്പമില്ല, പേടിക്കണ്ട. പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇവളെല്ലാം പ്രോത്സാഹിപ്പിക്കും. കൊച്ചു കയറിക്കുമ്പോൾ ഒന്നും പറയില്ല. അവസാനം ഞാൻ കൊച്ചിന്റെ മുന്നിൽ ഭയങ്കര ഭീകരനാണ്. ഞാൻ ചെന്ന് ഇറക്കിപ്പിക്കും, അടിക്കാൻ ചെല്ലും, ഓടിക്കാൻ ചെല്ലും. അപ്പൊ ഞാൻ ഭീകരനാവും. നീ ഭയങ്കര ഇതും ആര് വിനയ കുലീനതി കൊച്ചിന്റെ മുന്നിൽ. ആക്ച്വലി നീ വരണ വരുന്ന സമയത്തേക്കുള്ള ഫുൾ പണിയുണ്ട്. ഉണ്ടാക്കി കൊടുക്കണം. ഒരെണ്ണം എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത് ചെയ്തു വേണ്ടി തീർക്കട്ടെ. ഓക്കെ, ബൈ ബൈ. ആ, വല്ലപ്പോഴും ഇങ്ങനെ പറച്ചിലുള്ളൂ, എപ്പോഴൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല.
മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ സ്വന്തമായി ചെയ്തിട്ട് പോകും. ഇന്നിപ്പോൾ സമയം ഞാൻ വരാൻ ഇത്തിരി ലേറ്റായിപ്പോയി, അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ ബൈ.